സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിക്കും മുട്ടയ്ക്കും കടുത്ത വിലവർധന. കോഴിത്തീറ്റയുടെ വിലവർധനയാണ് വില കൂടാൻ ഒരു കാരണം. നിലവിൽ കോഴിയിറച്ചിക്ക് വില കിലോയ്ക്ക് 240 മുതൽ 250 രൂപയിലേക്കും മുട്ടയുടെ വില 10 രൂപയിലേക്കും എത്തി. വിലവർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെയും ഹോട്ടൽ വിപണിയെയും ഒരുപോലെ തന്നെ താളം തിരിക്കുകയാണ്. കൊത്തിക്കൊത്തി മേലോട്ട് കോഴിയിറച്ചി വില കുതിക്കുന്നു. ഇനിയും വർദ്ധിച്ചേക്കാമെന്ന് വ്യാപാരികൾ. അതെ, ഇനി ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ സ്റ്റൂ, എന്തിന് മുട്ടക്കറി, മുട്ടപ്പപ്സ്, ഓംപ്ലേറ്റ്, ബുൾസയെല്ലാം കഴിക്കാൻ പാടുപെടും. കാരണം രക്ഷയില്ലാത്ത തരത്തിൽ കുതിച്ചു കയറിയിരിക്കുകയാണ് കോഴിയിറച്ചി വില. ചിലപ്പോൾ 500 കടന്ന് കുതിക്കുമെന്നാണ് പറയുന്നത്. കോഴിത്തീറ്റയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചതാണ് ഇങ്ങനെ ഇറച്ചിക്കും വില കൂടാൻ കാരണം. കിലോയ്ക്ക് 300 രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ഈടാക്കുന്നത്. ചിലയിടങ്ങളിലാകട്ടെ കിലോ കോഴിക്ക് 164 മുതൽ 170 രൂപ വരെയും ഈടാക്കുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ ഇനി ചിക്കൻ കറിയോ ചിക്കൻ ബിരിയാണിയോ വാങ്ങിയാൽ കഷ്ണമില്ലാതെ കഴിക്കേണ്ടി വരും. 1.5 മാസത്തിനിടെ വിലയിൽ അത്രത്തോളം വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കോഴിത്തീറ്റ വില തന്നെയാണ് ഇവിടെ പ്രധാന വില്ലൻ. ചാക്കിന് 500 രൂപയിലധികമാണ് കൂടിയിരിക്കുന്നത്. 1350 രൂപയുണ്ടായിരുന്ന 50 കിലോഗ്രാമിന്റെ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 1850 രൂപയായി. ഈ കോഴിത്തീറ്റ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളായ ചോളം, സോയാബീൻ, ഗോതമ്പ്, ഉണക്കമീൻ തുടങ്ങിയവ കിട്ടാനില്ലെന്നും പറയുന്നു. അങ്ങനെ കോഴിത്തീറ്റയ്ക്ക് വില കുതിച്ചുയരാൻ കാരണമായി. 25 രൂപയുണ്ടായിരുന്ന കോഴിക്കുഞ്ഞിന്റെ വിലയാകട്ടെ 45 രൂപയും കടന്ന് കുതിക്കുകയാണ്. കോഴികൾക്കുള്ള മരുന്നിന്റെ വിലയും ഇരട്ടിയിലധികം വർദ്ധിച്ചു. കോഴിയിറച്ചിക്കും വില വർദ്ധിച്ചത് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കടകളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. മിക്കതും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലേക്കാണെന്നും പറയുന്നു. പോരാത്തതിന് പോത്തിറച്ചിക്കും കേരളത്തിൽ വില കൂടുതലാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം കാരണമാണ് ഇപ്പോൾ പോത്തിറച്ചിക്ക് കിലോ വില 500 രൂപയ്ക്ക് മുകളിലും എത്തിയത്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇടപെട്ടില്ലെങ്കിൽ ഓണം ചിക്കൻ ഇല്ലാതെ ആഘോഷിക്കേണ്ടി വരുന്ന സാഹചര്യമായിരിക്കുമെന്നും പറയുന്നു. കേരളത്തിൽ കോഴി വളർത്തൽ പ്രതിസന്ധി സാരമായി തുടരുകയാണ്. പോരാത്തതിന് മിക്ക പൗൾട്രി ഫാമുകളും അടച്ചുപൂട്ടി. തൊഴിലാളികളുടെ ശമ്പളം നോക്കുമ്പോൾ കോഴി വളർത്തി വിൽപ്പന നടത്തിയാൽ കിട്ടുന്ന ലാഭം തുച്ഛമാണെന്നാണ് ഫാം ഉടമകൾ പറയുന്നത്. എന്തായാലും കോഴിയിറച്ചി വില 500 കടക്കുമെന്ന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.